ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നല്ലൊരു ഫേഷ്യലാണ് കാണിക്കുന്നത്. അതും 3 സ്റ്റെപ്പുള്ള ഒരു ഫേഷ്യൽ. നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസ് വെച്ച് തന്നെ നമുക്ക് ഫേഷ്യൽ ചെയ്യാമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ടെൻഷനില്ല. അത് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫേസ് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഏജ് സ്പോട്ടൊക്കെ മാറാനും ഫേസ് നല്ല ഗ്ലോ ആയിട്ടിരിക്കാനും നല്ലതാണ്. അതൊക്കെ ചെയ്തിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എൻ്റെ ഫേസൊക്കെ നമുക്ക് നല്ല ഗ്ലോ ആയിട്ടുണ്ട്, നല്ല സ്മൂത്ത് ആയിട്ടുണ്ട്, പിന്നെ നല്ല ക്ലിയർ ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ദഹി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ ഹണി ആഡ് ചെയ്യാം. ഇനി ഇത് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് ക്ലെൻസിങ് ചെയ്യാം. അപ്പോൾ ഇനി ഇത് ഫേസിലൊക്കെ അപ്ലൈ ചെയ്തിട്ട് 2 മിനിറ്റ് മസാജ് ചെയ്യാം. ഫേസിൽ മാത്രമല്ല, ഞാൻ എപ്പോഴും പറയുന്നത് പോലെ കഴുത്തിൻ്റെ കൂടെയൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്യുക. അപ്പോൾ ഞാനിത് ഫേസിലും കഴുത്തിൻ്റെ കൂടെയൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി 2 മിനിറ്റ് മസാജ് ചെയ്യാം. ഇങ്ങനെ മസാജൊക്കെ ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ഫേസ് നല്ല ക്ലിയർ ആയിട്ടിരിക്കാനും അതുപോലെ തന്നെ ഏജ് സ്പോട്ട് മാറാനും ഫേസ് നല്ല ലുക്കായിട്ടിരിക്കാനായിട്ടൊക്കെ നല്ലതാണ്. ഫേസിൽ നല്ല ഗ്ലോ ഒക്കെ ഉണ്ടാകാനായിട്ടൊക്കെ നല്ലതാണ്. അപ്പോൾ ഞാൻ 2 മിനിറ്റ് മസാജ് ചെയ്തിട്ടുണ്ട്. ഇനി ഫേസ് ക്ലീൻ ചെയ്യാം. അപ്പോൾ ഞാൻ ഫേസൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പിലോട്ട് പോകാം. ഒരു സ്ക്രബിങ്. 1 ടീസ്പൂൺ കേർഡ് എടുത്തിട്ടുണ്ട്, അതായത് ദഹി. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ ഷുഗർ ആഡ് ചെയ്യാം. ഇനി ഇത് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫേസിലൊക്കെ അപ്ലൈ ചെയ്തിട്ട് സ്ക്രബ് ചെയ്യാം. അപ്പോൾ ഇനി ഇത് ഫേസിലൊക്കെ അപ്ലൈ ചെയ്തിട്ട് മസാജ് ചെയ്യാം. അപ്പോൾ ഞാനിത് ഫേസിലും കഴുത്തിൻ്റെ കൂടെയൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി 2 മിനിറ്റ് മസാജ് ചെയ്യാം. മൂക്കിൻ്റെ കൂടെയൊക്കെ നന്നായിട്ട് മസാജ് ചെയ്യണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനായിട്ട് നല്ലതാണ്. മെയിനായിട്ട് ബ്ലാക്ക് ഹെഡ്സ് വരുന്നത് ഒന്ന് മൂക്കിൻ്റെ കൂടെ വരും, പിന്നെ രണ്ടാമത് നമ്മുടെ ചുണ്ടിൻ്റെ താഴത്ത്, അവിടെയാണ് കൂടുതലായിട്ട് വരുന്നത്. അപ്പം ഇവിടെയും നന്നായിട്ട് മസാജ് ചെയ്യണം. പിന്നെ ഫേസ് ഫുള്ളായിട്ട് മസാജ് ചെയ്യണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസ് നല്ല ക്ലിയർ ആയിട്ടിരിക്കാനും ക്ലീൻ ആയിട്ടിരിക്കാനും അതുപോലെ തന്നെ ഫേസ് നല്ല ഗ്ലോ ആയിട്ടിരിക്കാനായിട്ടൊക്കെ നല്ലതാണ്. ഇത് ഒരു 2 മിനിറ്റ് മസാജ് ചെയ്യുക. അപ്പോൾ ഞാൻ 2 മിനിറ്റ് മസാജ് ചെയ്തിട്ടുണ്ട്. ഇനി ഫേസ് ക്ലീൻ ചെയ്യാം. അപ്പോൾ ഞാൻ ഫേസൊക്കെ ക്ലീൻ ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ഒരു ഫേസ് മാസ്ക് പ്രിപ്പയർ ചെയ്യാം. 1 ടീസ്പൂൺ ദഹി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ ബേസൻ പൗഡർ ആഡ് ചെയ്യാം. ഇനി ഒരു 1/2 ടീസ്പൂൺ ഹണി ആഡ് ചെയ്യാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ഫേസ് പാക്കായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഫേസ് മാസ്ക് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ഫേസിലും കഴുത്തിൻ്റെ ഇവിടെയൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നല്ല തിക്കായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിത് ഫേസിലും കഴുത്തിൻ്റെ ഇവിടെയൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി 10 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ക്ലീൻ ചെയ്യാം. അപ്പോൾ എൻ്റെ ഫേസ് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി കയ്യിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ലൈറ്റായിട്ട് മസാജ് ചെയ്യും. ഒരു 2 മിനിറ്റ് മസാജ് ചെയ്താൽ മതി. അപ്പോൾ 2 മിനിറ്റ് മസാജ് ചെയ്തിട്ടുണ്ട്. ഇനി ഫേസ് ക്ലീൻ ചെയ്യാം. അപ്പോൾ ഞാൻ എൻ്റെ ഫേസൊക്കെ ക്ലീൻ ചെയ്ത് വന്നിട്ടുണ്ട്. എൻ്റെ ഫേസൊക്കെ നോക്ക് 3 സ്റ്റെപ്പുള്ള ഒരു ഫേഷ്യലാണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ചെയ്തപ്പോൾ തന്നെ ഫേസ് നല്ല സ്മൂത്ത് ആയിട്ടുണ്ട്, പിന്നെ നല്ല ക്ലിയർ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുമല്ലോ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എൻ്റെ ചെറിയൊരു ഫാമിലിയിൽ അംഗമായിട്ട് മാറുകയും ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകളായിട്ട് ഇനിയും വരാം. അതുവരെ ബൈ.